സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അലംഭാവമാണ് വീണ്ടും ഒരാളെ കൂടി കുരുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ടെന്നാൽ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് തെന്മലയിൽ ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമായി കണ്ടത് സ്പെഷ്യൽ RRTയെ നിയോഗിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മൂന്നാറിലും നമ്മുടെ ശാന്തമാർ കേന്ദ്രീകരിച്ചും RRT ഉണ്ട്. എന്നിരുന്നാലും മൂന്നാറിനായി മറ്റൊരു സ്പെഷ്യൽ RRT നിതാന്ത ജാഗ്രത വെച്ച് പുലർത്തുന്നതിന് വേണ്ടിയും ഇതുപോലെയുള്ള കാട്ടാന ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും പ്രശ്നകാരികളായിട്ടുള്ള ആനകളെ തുരത്തി ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് RRTയുടെ സേവനം ഉപയോഗിക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് ഗവൺമെൻറ് ആ വാക്ക് പാലിച്ചില്ല എന്നുള്ളത് ഇവിടെ പ്രസക്തമാവുകയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു ജീവൻ കൂടി കുരുതി കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പാളിച്ച തന്നെയാണ്. സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ മേലെ പഴി പറഞ്ഞ് കാരണം RRTയെ നിയോഗിക്കണമെങ്കിൽ സർക്കാർ തീരുമാനം വേണം. ആ തീരുമാനം നടപ്പിലായിട്ടില്ല. അത് മാത്രമല്ല, പടയപ്പ എന്ന് പറയുന്ന ഏറ്റവും പ്രശ്നകാരിയായിട്ടുള്ള ഒരു ആന, ആ ആന ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുകയാണ്. ഇതൊരു നമ്മളിതെല്ലാം സഹിച്ചു കൊള്ളണം എന്നുള്ള നിലയിലേക്ക് മൂന്നാർ ടൗൺ മാത്രമല്ല, മൂന്നാറിന്റെ ഈ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിൽ എല്ലായിടത്തും ഈ പ്രശ്നകാരിയായ ആനയെ കാണുവാനും അതിന്റെ പേരിൽ മനുഷ്യരെല്ലാം ദുര്യോഗം അനുഭവിച്ചു കൊള്ളണം എന്നുള്ള നിലയിൽ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് വനം വകുപ്പും സർക്കാരും. പ്രശ്നകാരിയായ ആനയെ പിടിച്ചില്ല. പരിക്കൊമ്പൻ എന്ന് പറയുന്ന പ്രശ്നകാരിയായ ആനയെ പിടിച്ചു മാറ്റിയപ്പോൾ ആ മേഖലയിൽ ആ നിലയിലുണ്ടായ ആക്രമണങ്ങൾക്ക് കുറവുണ്ടായി എങ്കിൽ അതൊരു ഉദാഹരണമായി എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നകാരികളായിട്ടുള്ള ആനകളെ പിടിച്ചു മാറ്റാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചാൽ ഒരളവ് വരെ ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാരമുണ്ടാകുമെന്നിരിക്കെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ സബ് കളക്ടറും അതുപോലെ ACFും MLAയും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായി 10 ലക്ഷം രൂപയൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇവിടെ പ്രശ്നം തീരുന്നില്ല. നഷ്ടപരിഹാരം വിതരണം ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെതായ തരത്തിൽ അക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തി എന്നതുകൊണ്ട് മാത്രം വെച്ചൊഴിഞ്ഞു പോകുന്ന ആ ഒരു സമീപനം, ആ അലംഭാവത്തോടു കൂടിയ സമീപനമാണ് വീണ്ടും വീണ്ടും മനുഷ്യജീവനുകൾ കുരുതി കൊടുക്കുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇവിടെ കന്നിമലയിൽ സംഭവിച്ചിട്ടുള്ള ഇതിന്റെ ഉത്തരവാദിത്തം സർക്കാരിന്റെ അലംഭാവം തന്നെയാണ്. ഒരു മാസം മുമ്പ് ഒരാൾ മരണപ്പെട്ടിട്ടും എന്തുകൊണ്ട് സ്പെഷ്യൽ RRTയെ നിയോഗിച്ചില്ല എന്നുള്ള ചോദ്യം ഇവിടെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അക്കാര്യത്തിൽ ഗവൺമെന്റിന് സംഭവിച്ച പാളിച്ച വനം വകുപ്പ് മന്ത്രി തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയുകയും ഈ കാര്യത്തിൽ അടിയന്തരമായി ഇന്ന് തന്നെ സ്പെഷ്യൽ RRTയെ നിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണം. അതോടൊപ്പം തന്നെ പടയപ്പ എന്ന് പറയുന്ന പ്രശ്നകാരിയായ ആനയെ പിടിച്ചു മാറ്റാനുള്ള തീരുമാനവും ഇന്നെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി, ഒരു ആനക്കൂട്ടമാണ് ഈ തുടർച്ചയായി ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട്. ആ ആനക്കൂട്ടത്തെ ഇന്ന് തന്നെ തുരത്തി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം കൂടി എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന പ്രദേശത്തും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങളും ഒരു ആനക്കൂട്ടം തന്നെയാണ് അതിന് പിന്നിലുള്ളത് എന്ന് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ന് തന്നെ തുരത്തി ഓടിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടാകും.